കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ യോഗ ദിനാചരണവും ലഹരി വിരുദ്ധ ക്യാമ്പയിനും നടക്കുകയാണ്. മോഹൻലാലും ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിലെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നേരത്തെ ബോൾഗാട്ടിയിൽ നടന്ന പരിപാടിയിൽ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി പങ്കെടുത്തിരുന്നു. വിശാഖപട്ടണത്താണ് പ്രധാനമന്ത്രി യോഗ ദിനാചരണത്തിൽ പങ്കെടുത്തിരുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് മോഹൻലാലിനെയാണ്. കൊച്ചി സിയാൽ കൺവെൻഷൻ സെന്ററിൽ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ യോഗ ദിനാചരണവും ലഹരി വിരുദ്ധ ക്യാമ്പയിനുമാണ്. ഇപ്പോൾ മോഹൻലാൽ യോഗ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനോടൊപ്പം കുറച്ച് കുട്ടികൾ കൂടി ഈ യോഗാഭ്യാസം നടത്തുന്നുണ്ട്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. മറ്റൊരു ദൃശ്യം പ്രേക്ഷകർ കാണുന്നത് കെ സുരേന്ദ്രൻ ഇപ്പോൾ യോഗ ചെയ്യുന്നുണ്ട്. മറ്റ് മുതിർന്ന നേതാക്കൾ ഇപ്പോൾ കെ സുരേന്ദ്രൻ യോഗ ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത്. ഒരു ഭാഗത്ത് പ്രേക്ഷകർ കാണുന്നത് മോഹൻലാൽ യോഗ ചെയ്യുന്നതാണ്. ഭൂമിക്കും ആരോഗ്യത്തിനും ഏകഭൂമിക്കും ആരോഗ്യത്തിനും എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രമേയം എന്ന് പറയുന്നത്. ഇനി നമുക്ക് മന്ത്രി വി എൻ വാസവന് യോഗ ഒരു ദിനചര്യയാണ് കേട്ടോ. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് യോഗ ചെയ്യുന്ന കേരളത്തിലെ ഒരു മന്ത്രിയാണ് നമ്മുടെ വാസവൻ ചേട്ടൻ. അപ്പോൾ മന്ത്രി വി എൻ വാസവൻ നമ്മളോട് തന്നെ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ഒരു 4 മണി 5 മണിയൊക്കെ ആകുമ്പോൾ രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ആദ്യം യോഗ ചെയ്യും, എന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യത്തുള്ളൂ. തിരക്കുള്ള ദിവസങ്ങളിലും മന്ത്രി അത് മുടക്കാറില്ല. ഈ യോഗാ ദിനത്തിലും അതിന് മുടക്കമില്ല. യോഗാ ദിനത്തിൽ മന്ത്രി റിപ്പോർട്ടറിനോടൊപ്പം ചേരുകയാണ്. അഖിൽ നമ്മുടെ മന്ത്രിക്കൊപ്പമുണ്ട്. അഖിൽ, ഗുഡ് മോർണിംഗ് അഖിൽ. പലതവണ പറഞ്ഞിട്ടുണ്ട് മന്ത്രി നമ്മളോട് ഈ മന്ത്രിയുടെ യോഗ ദിനചര്യയെക്കുറിച്ച്. ഇതും യോഗയൊക്കെ രാവിലെ അഭ്യസിച്ചോ? എത്ര മണിക്കായിരുന്നു യോഗയൊക്കെ അഭ്യസിച്ചത് എന്ന് നമുക്ക് മന്ത്രിയോട് ചോദിക്കാം. അഖിൽ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ശരിയാണ്, മന്ത്രി മുടക്കാറില്ല എന്നുള്ളത്. നമുക്കൊരു ചുരുക്കുള്ള ഒരു മന്ത്രിയാണ് നമുക്ക് പലപ്പോഴും എപ്പോഴും കാണാൻ സാധിക്കുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ ചുരുക്കിൻ്റെയൊക്കെ ഒരു രഹസ്യം എന്ന് പറയുന്നത് യോഗ ചെയ്യുന്നതായിരിക്കും എന്നുള്ളത് നമുക്കത് മന്ത്രിയോട് തന്നെ ചോദിച്ചറിയാമെന്നുള്ളതാണ്. ഈ ഒരു ചുരുക്കുള്ള മന്ത്രിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രഹസ്യം യോഗ തന്നെയാണോ? നിശ്ചയമായും മുടങ്ങാതെ ഏതാണ്ട് 4 നൂറ്റാണ്ട് കാലത്തോളമായി യോഗ ജീവിതത്തിൻ്റെ ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റിയിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ. പുലർച്ചെ 5 മണിക്ക് എഴുന്നേറ്റാൽ രാവിലെ നടക്കുന്നതിന് ശേഷം യോഗ അത് കൃത്യമായി ചെയ്തു കഴിഞ്ഞാൽ അത് കഴിയുമ്പോഴേക്ക് നമ്മൾ മോർ എനർജറ്റിക് ആവും. നല്ല കോൺസെൻട്രേഷൻ കിട്ടും, നല്ല മെമ്മറി പവർ കിട്ടും. നമുക്ക് ഏത് വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും വളരെ സമയത്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ അത് കൈകാര്യം ചെയ്യാനുള്ള മാനസികാവസ്ഥയിലെത്തും. അതിനെല്ലാം നമുക്ക് ശാരീരികമായ ഒരു ശാസ്ത്രീയമായ ഒരു ഘടന അനിവാര്യമാണ്. അത് കൃത്യമായി യോഗയിലൂടെ നമുക്ക് ലഭിക്കും. രാവിലെ തന്നെ നമുക്ക് കൃത്യമായി മനസ്സിനെ പരുവപ്പെടുത്തിയെടുക്കാൻ കഴിയും യോഗ കഴിയുമ്പോഴേക്കും. യോഗ തീർന്നു കഴിഞ്ഞാൽ 1 മിനിറ്റ് സമയം ഒരു നിശ്ചിത പോയിന്റിൽ നമ്മുടെ ദൃഷ്ടിയും മനസ്സും കേന്ദ്രീകരിച്ച് നമ്മൾ മനസ്സിനെ ആവാഹിക്കുന്നൊരു രൂപമുണ്ട്. അത് കൃത്യമായി നമ്മുടെ മനസ്സിനെ ഏത് വിഷയത്തിലും കേന്ദ്രീകരിപ്പിക്കാൻ കഴിയുന്ന അവസ്ഥയിലേക്കുള്ള ദിശയാണ് അത് പകരുന്നത്. അപ്പോൾ പൊതുവിൽ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളെയും ചലിപ്പിക്കുന്ന ഏറ്റവും നല്ല വ്യായാമമുറ യോഗ തന്നെയാണ്. പ്രത്യേകിച്ച് സൂര്യ നമസ്കാരം ചെയ്താൽ അത് 12 ആസനങ്ങൾ. ആ 12 ആസനങ്ങൾ ചെയ്യുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും അത് കൃത്യമായി അതിൻ്റെ സന്ദേശം എത്തിച്ചേരും. തിരക്കിനിടയിൽ എങ്ങനെയാണ് മിനിസ്റ്റർക്ക് ഇതിനൊക്കെ സമയം കണ്ടെത്താൻ കഴിയുന്നത്? അത് നമ്മൾ എല്ലാത്തിലും ഒരു ടൈം ടേബിളും. ജീവിതം നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ അലക്ഷ്യമായി കാര്യങ്ങൾ പോകും. എല്ലാത്തിലും സമയബന്ധിതമായി നമുക്ക് ഓരോ ദിവസവും രാവിലെ നടക്കുന്ന സമയത്ത് തന്നെ അന്നത്തെ പരിപാടി മുഴുവൻ പ്ലാൻ ചെയ്യും. യോഗ കഴിയുമ്പോഴേക്കും അത് ടൈം ബൗണ്ടായിട്ട് ചെയ്തു തീർക്കാൻ ശ്രമിക്കും.